ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യ കലുഷിതം. ഇസ്രായേലിനെയും ഗൾഫിലെ അമേരിക്കയുടെ വ്യോമതാവളങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഇറാനിലെ സ്കൂളുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 85 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. പരമോന്നത നേതാവ് ആയത്തുല്ല അലിം ഖാംനെയി കൊല്ലപ്പെട്ടെന്ന വാർത്ത ഇറാൻ നിഷേധിച്ചു. അതേസമയം ഇറാന്റെ പ്രതിരോധ മന്ത്രിയും സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചതോടെ ചരക്ക് നീക്കം നിശ്ചലമായി. പ്രശ്നത്തെ തുടർന്ന് UN സുരക്ഷാ കൌൺസിൽ ചേരും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും BK സുഹൈലാണ് ചേരുന്നത്. സുഹൈൽ, ആശങ്കയിലാണ് ലോകം. വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ആശ്വാസം തരുന്ന എന്തെങ്കിലും റിപ്പോർട്ടുകൾ പുതുതായി നമുക്ക് പുറത്തു വരുന്നുണ്ടോ? ജീന, അതിരാവിലെ പ്രാദേശിക സമയം 8 മണി മുതൽ ആരംഭിച്ച വലിയ ഈ സംഘർഷം അത് കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക സമയം 8:10 തെഹ്റാനിലും പ്രധാനപ്പെട്ട മറ്റു നഗരങ്ങളിലും ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഇറാനിലുണ്ടായി. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് 2 സ്കൂളുകൾക്ക് നേരെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഒരു സ്കൂളിൽ മാത്രം 60 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു, മറ്റൊരു സ്കൂളിൽ 2 പേരും കൊല്ലപ്പെട്ടു. ഒരു ജിംനേഷ്യത്തിലും ആക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ സാധാരണക്കാർക്ക് നേരെയാണ് കൂടുതൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. IRGCയുടെ പ്രമുഖരായ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേലും അതേപോലെ തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളും എല്ലാം പറയുന്നുവെങ്കിലും അതിനൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഹാംനായിയുടെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി, പക്ഷേ അവിടെ ഹാംനായി ഇല്ലായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. മറ്റൊരു സ്ഥലത്തായിരുന്നു ഹാംനായി എന്നും പറയുന്നു. ഹാംനായി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും, രാജ്യത്തോട് അഭിസംബോധന ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് വലിയ തിരിച്ചടി ഇറാൻ നൽകുകയാണ്. കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന് IRGC ഇപ്പോൾ പറയുന്നുണ്ട്. ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് പോയ ബാലിസ്റ്റിക് മിസൈലുകൾ അത് പലയിടത്തും പതിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. വടക്കൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്, മധ്യ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. വടക്കൻ ഇസ്രായേൽ 50 വയസ്സുള്ള ഒരാൾക്ക് പരിക്കേറ്റു. അതേപോലെ തന്നെ മധ്യ ഇസ്രായേലിൽ ഓരോ യുവാവിനും പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റു ഗൾഫ് മേഖലകളിലേക്ക് വലിയ ആക്രമണം ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുണ്ടായി. മിക്ക രാജ്യങ്ങളും, ഒമാൻ ഇതിന് മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഒമാൻ അല്ലാത്ത മറ്റെല്ലാ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും മേൽ അവിടെയുള്ള US ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ദുബായിലടക്കം ആക്രമണം ഉണ്ടായി. അവിടെ UAE-യിലാണ് ആളുകൾ കൊല്ലപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും 7 രാജ്യങ്ങൾക്ക് നേരെയാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനം ഇത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരുന്നു. ഇന്നത്തെ രാത്രി വളരെ നിർണായകമാണ്. IRGCയിലെ എല്ലാ ആളുകളും അവർ ആയുധം വെച്ച് കീഴടങ്ങണം, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. ഒപ്പം സാധാരണക്കാരായ ആളുകളോട് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്, നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി എല്ലാവരും സുരക്ഷിതമായി വീടുകൾക്കുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കണം. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ആക്രമണം ഉണ്ടാകും, എല്ലായിടത്തും ബോംബുകൾ വീഴും. നാളെ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് വരാം എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതിന് സമാനമായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നടത്തിയത്. നെതന്യാഹു പറയുന്നത് എല്ലാ ത്രട്ടും, ഇറാനിൽ നിന്നുള്ള എല്ലാ ഭീഷണികളും ഞങ്ങൾ ഇല്ലാതെയാക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എത്രമാത്രം തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവനാഴിയിലെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻ ശേഖരമുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെയും അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെയും ഗൾഫ് രാഷ്ട്രങ്ങളുള്ള ബേസുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം നടത്താനുള്ള എല്ലാ ശേഷിയും അവർ കൈവരിച്ചിരിക്കുകയാണ്. അത്തരം ആക്രമണം അവിടെ തുറന്നുകൊണ്ടിരിക്കുകയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ തുടക്കം മുതൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ചർച്ചകൾ നേരത്തെ നടക്കുമ്പോൾ പോലും ഏതെങ്കിലും രീതിയിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സജ്ജമാണ്, ഏത് രീതിയിൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇറാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതേ നിലയിൽ ഇറാൻ തുടരുകയാണോ, അല്ലെങ്കിൽ ഈ ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലും കുറവ് ഉണ്ടാകുന്നുണ്ടോ? ഈ തിരിച്ചടിയിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ, ഇരു രാജ്യങ്ങൾക്കും ഒപ്പം പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കുന്നുണ്ടോ? ഇറാന്റെ ഒരു പ്രതിരോധ ശേഷി എങ്ങനെ നോക്കണം? ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യോമ മേഖലയിൽ വലിയ ശേഷിയൊന്നും, പ്രത്യേകിച്ചും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കാനൊന്നും ഇറാന് സാധിക്കില്ല. ഇപ്പോൾ റഷ്യയിൽ നിന്ന് എങ്ങാനും വലിയ വിമാനങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, THAAD, പാട്രിയോട്ട് പോലെയുള്ള അമേരിക്കയുടെ സംവിധാനങ്ങൾ അവിടെയുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ഭൂഗർഭ സിറ്റിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കും എന്നുള്ളതാണ് അമേരിക്കയും ഇസ്രായേലും എല്ലാം കണക്ക് കൂട്ടുന്നത്. അതിനെ മറികടക്കാനുള്ള ശേഷിയും അവർ കാണുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഇടയിൽ പോലും ഇസ്രായേൽ വീണ്ടും ഈ മിസൈലുകൾ പതിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും അതിൻ്റെ ഒരു ശക്തി
അവരുടെ പ്രതിരോധം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും അവർ പറയുന്നത്, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷവും അവർ പറയുന്നത്, യുദ്ധം ഒരിക്കലും ആരംഭിക്കരുതെന്ന് പല തവണ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. തുടങ്ങുന്നത് നിങ്ങളാണെങ്കിലും അവസാനിപ്പിക്കുന്നത് നിങ്ങളായിരിക്കില്ല. നിങ്ങൾക്കൊണ്ട് അത് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഞങ്ങളായിരിക്കും അത് അവസാനിപ്പിക്കുക എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ IRGCയുടെ ഇപ്പോൾ വന്ന പുതിയ സന്ദേശത്തിലും പറയുന്നത് വൻതോതിൽ അവർ തിരിച്ചടിക്കും എന്നുള്ളതാണ്, അതിനുവേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും ഇറാന്റെ പ്രതികരണശേഷി കുറഞ്ഞിട്ടില്ല, പ്രതിരോധശേഷി കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.